വേഗം ഇറങ്ങി വാ. ഇത് സഖായിയോട് യേശു പറഞ്ഞ വാചകമാണ്. സഖായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് യേശുവിനെ കാണാൻ സാധിക്കുമോ എന്ന ഒരു സംശയം സഖായിക്കുണ്ടായി. മുൻപിൽ നിൽക്കുന്ന പുരുഷാര നിമിത്തവും സഖായിക്ക് യേശുവിനെ കാണാൻ കഴിയുമോ എന്നൊരു സംശയമുണ്ടായി. ഒന്ന്, താൻ നീളം കുറഞ്ഞ വ്യക്തിയാണ്. രണ്ട്, തൻ്റെ മുന്നിൽ നിൽക്കുന്നവർ തന്നേക്കാൾ നീളമേറിയവരും പൊക്കമുള്ളവരുമായതുകൊണ്ട് തനിക്ക് യേശുവിനെ കാണാൻ സാധിക്കുമോ എന്ന സംശയമുണ്ടായി. മുൻപിൽ നിന്ന് നയിക്കുന്ന വ്യക്തികൾ അവരുടെ ഉയർച്ചയും അവരുടെ പൊക്കവും കാണിച്ചു നിന്നാൽ പിൻഗമിക്കുന്നവർക്ക് യേശുവിനെ കിട്ടില്ല. മുൻപിൽ നിന്ന് നയിക്കുന്നവർ അവരുടെ ഉയർച്ചയും അവരുടെ തലയെടുപ്പും അവരാൽ നേടിയ പൊക്കവും പറയുമ്പോൾ പിന്നാലെ വരുന്നവർക്ക് യേശുവിനെ ലഭിക്കാതെ പോകുന്നു. അതുകൊണ്ട് സഖായി കാട്ടത്തിമേൽ കയറിയിരുന്നു. യേശു കാട്ടത്തിയുടെ ചുവട്ടിൽ വന്ന് മോലോട്ട് നോക്കി, സഖായിയെ, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടത് ആകുന്നു. എല്ലാ കാലത്തും സഖായി മുകളിൽ നിന്ന് എനിക്ക് യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. യേശു സഖായിയോട് പറഞ്ഞു, ഇറങ്ങി വാ, നിന്റെ വീട്ടിൽ ഇന്ന് ഞാൻ പാർക്കാൻ പോകും. എന്ന് വെച്ചാൽ കുറേ സമയം അധികം നിനക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പം നമ്മളായിട്ട് വലിഞ്ഞു കയറിയ, നമ്മളായിട്ട് കയറിപ്പോയ ഉയർച്ചയിൽ നിന്നുകൊണ്ടാണ് എപ്പോഴും ദൈവത്തെ കാണാൻ നാം ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നാമായി ഉയർന്ന അവസ്ഥയിൽ നിന്ന്, നാമായി വലിഞ്ഞു കയറിയ കെട്ടിപ്പൊക്കിയ ആ ഉയർച്ചയിൽ നിന്ന് താഴെ ഇറങ്ങി ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം എത്തിച്ചേരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മിലും നമ്മുടെ ഭവനങ്ങളിലും ദൈവീകവാസം ഉണ്ടാകുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ നാമായി കെട്ടിപ്പൊക്കിയ ഉയർച്ചയിൽ നിന്ന്, നാം വലിഞ്ഞു കയറിയ ഉയർച്ചകളിൽ നിന്ന് ഇറങ്ങി ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.